ഡിജിറ്റൽ വൽക്കരണത്തിൽ അതിവേഗം മുന്നേറുന്ന രാജ്യമാണ് ഇന്ത്യ. കൃഷിയെയും ഉൽപാദന രംഗത്തെയും മറികടന്നുകൊണ്ട് 2029-30 ആകുമ്പോഴേക്കും ദേശീയ വരുമാനത്തിന്റെ 1/5 സംഭാവന ചെയ്യുക ഡിജിറ്റൽ മേഖല ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ സുപ്രധാന സ്തംഭമായ ഇലക്ട്രോണിക്സ് മേഖല അതിവേഗം പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങളാൽ നയിക്കപ്പെടുന്ന രാജ്യം ശക്തമായ ഒരു ആഭ്യന്തര ഇലക്ട്രോണിക്സ് അടിത്തറ കെട്ടിപ്പടുക്കുകയും നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും പ്രാദേശിക ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തുണിത്തരങ്ങൾ പോലുള്ള പരമ്പരാഗത മേഖലകളെ മറികടന്ന് കയറ്റുമതി കുതിച്ചുയർന്നു. അതേസമയം സർക്കാർ പിന്തുണയും ഉൽപാദനശേഷി വികസിപ്പിക്കുന്നതും ഇന്ത്യയെ ഒരു ആഗോള കേന്ദ്രമാക്കി അടയാളപ്പെടുത്തുന്നു. വിവരങ്ങളും സേവനങ്ങളും വേഗത്തിൽ ലഭ്യമാക്കി വ്യക്തികളെയും ബിസിനസ്സുകളെയും ശാക്തീകരിക്കുന്നു. ഡിജിറ്റൽ രംഗത്തെ പരിവർത്തനത്തിലൂടെ ഇന്ത്യ അതിന്റെ വികസിത യാത്രകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ മൊബൈൽ ഫോൺ നിർമ്മാണ മേഖല 12 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഇത് സുപ്രധാന നേട്ടമാണ്. കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടനയെ ശക്തിപ്പെടുത്തുന്നതുമാണ്. ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. 5Gയിലേക്കും മറ്റ് പ്രീമിയം സവിശേഷതകളിലേക്കും ഉപഭോക്തൃ മുൻഗണനകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ മൊത്തം കയറ്റുമതിയുടെ 82% 5G സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ഉണ്ടായതായി ഒരു മാർക്കറ്റ് ഗവേഷണം പറയുന്നു. ശ്രദ്ധേയമായ 49% വാർഷിക വളർച്ച ഇത് പ്രതിഫലിപ്പിക്കുന്നു. അതേസമയം 10,000 മുതൽ 13,000 രൂപ വരെ വിലയുള്ള ഇടത്തരം മൊബൈലുകൾക്കായുള്ള മാർക്കറ്റ് ഡിമാൻഡ് ഇപ്പോഴുമുണ്ട്. ഉയർന്ന പ്രകടനശേഷിയുള്ളതും എന്നാൽ താങ്ങാനാവുന്ന വിലയുള്ളതുമായ സ്മാർട്ട് ഫോണുകളുടെ ശക്തമായ അടിത്തറയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 25,000 രൂപയ്ക്ക് മുകളിലുള്ള പ്രീമിയം വിഭാഗം മൊബൈൽ വിപണിയിൽ 26% വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വൈവിധ്യമാർന്ന ഇന്ത്യയുടെ മൊബൈൽ വിപണിയെയാണ് ഇത് പ്രകടമാക്കുന്നത്. കളിപ്പാട്ടങ്ങൾ മുതൽ മൊബൈൽ ഫോണുകൾ വരെയും പ്രതിരോധ ഉപകരണങ്ങൾ മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെയും ഉള്ള ഉൽപ്പാദനങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. ഇന്ത്യയെ ഒരു ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ ദർശനവും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയും ഇതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. ഇവ സ്വാശ്രയത്വവും ഉൽപാദനവും വർദ്ധിപ്പിക്കുകയും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിക്ക് ഗണ്യമായ സംഭാവനയും നൽകുന്നു. ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ ഇന്ത്യയുടെ യാത്ര വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെയാണ് പരിണമിച്ചത്. ഇലക്ട്രോണിക്സിന്റെ മൊത്തം ഉൽപാദനം 2014-15 1.9 ലക്ഷം കോടിയിൽ നിന്ന് 2024-25 11.3 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. ഈ മേഖലയിലെ കുതിച്ചുചാട്ടത്തിന്റെ മികച്ച ഉദാഹരണമാണ് മൊബൈൽ ഫോൺ രംഗം. മൊബൈൽ ഫോണുകളുടെ ഉൽപ്പാദനം 2014-15 18,000 കോടിയിൽ നിന്ന് 2024-25 5.45 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇത് 28 മടങ്ങ് വർധനവാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായാണ് ഇന്ന് ഇന്ത്യ നിലകൊള്ളുന്നത്. 300-ലധികം ഇലക്ട്രോണിക്സ് ഉപകരണ നിർമ്മാണ ഫാക്ടറികൾ രാജ്യത്തുണ്ട്. ഇതിൽ 47-ലധികം ഇലക്ട്രോണിക്സ് നിർമ്മാണ യൂണിറ്റുകൾ തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ പ്രതിവർഷം 330 ദശലക്ഷത്തിലധികം മൊബൈൽ ഫോണുകൾ നിർമ്മിക്കപ്പെടുന്നു എന്നതാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2014 ഇന്ത്യ മൊബൈൽ ഫോണുകളുടെ 78% ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്നു. എന്നാൽ 2014-15 മൊത്തം ഡിമാൻഡിന്റെ 75% യൂണിറ്റും രാജ്യം ഇറക്കുമതി ചെയ്തു. ഇപ്പോൾ ഇത് വെറും 0.02% കുറഞ്ഞിരിക്കുന്നു. വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും പ്രാദേശിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുമായി മൊബൈൽ പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ സ്വന്തം ഇലക്ട്രോണിക്സ് വ്യവസായം കെട്ടിപ്പടുക്കുകയാണ്. തൽഫലമായി മൊബൈൽ കയറ്റുമതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ മികച്ച 30 കയറ്റുമതി വിഭാഗങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന രംഗം ഇലക്ട്രോണിക്സ് വ്യവസായമാണ്. ഇതിന്റെ അവിഭാജ്യ ഘടകമാണ് മൊബൈൽ ഉപകരണങ്ങൾ. 2017 ഘട്ടം ഘട്ടമായുള്ള നിർമ്മാണ പരിപാടിയോടുകൂടിയാണ് ഈ മാറ്റം പ്രധാനമായും ആരംഭിച്ചത്. 2020 PLI പദ്ധതിയോടുകൂടി
ഇത് ത്വരിതപ്പെട്ടു. 2018-19 മുതൽ മൊബൈലിലൂടെയുള്ള മൊത്തം കയറ്റുമതിയിൽ സുസ്ഥിരമായ ഒരു പോസിറ്റീവ് പ്രവണതയുണ്ട്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഘടനാപരമായ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. 2025-ലെ രണ്ടാം പാദത്തിൽ US-ലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ഇന്ത്യ അടുത്തിടെ ചൈനയെ മറികടന്നിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 5 മാസങ്ങളിൽ ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ കയറ്റുമതി 1,00,000 കോടി രൂപ എന്ന നാഴികക്കല്ല് പിന്നിട്ടു. മുൻ കാലയളവിനെ അപേക്ഷിച്ച് 55% വർധനവാണ് ഇത്. PLI സ്കീം ആണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം. ശ്രദ്ധേയമായ പുരോഗതികൾ തുടരുകയാണ്. ഉദാഹരണത്തിന് 2025 അവസാനത്തോടുകൂടി ഇന്ത്യയിൽ ഐഫോൺ ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ ഫോക്സ്കോൺ പദ്ധതിയിടുന്നു. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി 25 മുതൽ 30 ദശലക്ഷം യൂണിറ്റുകൾ വരെ ലക്ഷ്യമിടുന്നു. അതേസമയം നോയിഡയിലെ സാംസങ്ങിന്റെ നിർമ്മാണ കേന്ദ്രം 2024-ൽ മൊബൈൽ ഫോൺ കയറ്റുമതി റെക്കോർഡ് $20.4 ബില്യൺ ഉയർത്താൻ സഹായിച്ചു. 2023-നെ അപേക്ഷിച്ച് 44% കൂടുതലാണിത്. ഇന്ത്യക്ക് ശക്തമായതും വേഗത്തിൽ വളരുന്നതുമായ ഒരു സ്മാർട്ട് ഫോൺ വിപണിയുണ്ട്. മൊബൈൽ ഇറക്കുമതി രാജ്യമെന്നതിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഫോൺ നിർമ്മാണ രാജ്യമായി മാറിയെന്നതാണ് ഇന്ത്യയുടെ നേട്ടം. മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് മാനുഫാക്ചറിംഗ് ഓഫ് ഇലക്ട്രോണിക് കോമ്പോണൻറ്റ്സ്, സെമി കണ്ടക്ടേഴ്സ്, നാഷണൽ പോളിസി ഓൺ ഇലക്ട്രോണിക്സ് 2019, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ്, ഇലക്ട്രോണിക് കോമ്പോണൻറ്റ്സ് മാനുഫാക്ചറിംഗ് സ്കീം അടക്കമുള്ള പദ്ധതികളിലൂടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ പിന്തുണകളാണ് ഈ വിജയഗാഥയ്ക്ക് പിന്നിലെ ശക്തി. ഈ അഭൂതപൂർവമായ നേട്ടം ഇലക്ട്രോണിക്സ് രംഗത്ത് ഇന്ത്യയുടെ ദ്രുതഗതിയിലേക്കുള്ള പുരോഗതിയെ അടിവര ഇടുക മാത്രമല്ല, ഉൽപ്പാദനത്തിനും കയറ്റുമതിക്കും ആഗോള കേന്ദ്രമാക്കി അതിന്റെ ഉദയം ഉറപ്പിക്കുക കൂടി ചെയ്യുകയാണ്. ആഗോളതലത്തിൽ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ ചൈനയും വിയറ്റ്നാമും മുൻനിര രാജ്യങ്ങളാണ്. 2022-ൽ ചൈനയുടെ 27%, വിയറ്റ്നാമിന്റെ മൊത്തം കയറ്റുമതിയുടെ 40% ഇലക്ട്രോണിക്സ് ആയിരുന്നു. ആഗോള കമ്പനികൾ ഒരൊറ്റ രാജ്യത്തെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വിതരണ ശൃംഖലയിലെ അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യാനും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ മറികടക്കാനും ശ്രമിച്ചപ്പോൾ ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഒരു സ്വാഭാവിക തിരഞ്ഞെടുപ്പായി ഉയർന്നുവന്നു. ചൈന +1 എന്ന തന്ത്രം ഇന്ത്യക്ക് ഈ സാഹചര്യത്തിൽ പ്രയോജനപ്പെട്ടു. കമ്പനികളെ ഇന്ത്യയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നു. ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ മത്സരാധിഷ്ഠിതവും ശക്തവുമായ ഒരു ബദലായി ഇത് മാറുന്നു. വെറും സിദ്ധാന്തമല്ല, കണക്കുകൾ ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ട്രേഡ് സെന്റർ പ്രകാരം 2023-24 മുൻ വർഷത്തെ അപേക്ഷിച്ച് ചൈനയുടെ മൊബൈൽ ഫോൺ കയറ്റുമതി $3.8 ബില്യൺ, വിയറ്റ്നാമിൻ്റേത് $5.6 ബില്യൺ കുറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ മൊബൈൽ ഫോൺ കയറ്റുമതി $4.5 ബില്യൺ വർദ്ധിച്ചു. മൊബൈൽ ഫോൺ കയറ്റുമതിയിൽ ചൈന +1 പ്രവണത ഇന്ത്യക്ക് ഗുണകരമായി എന്നാണ് ഇതിലൂടെ തെളിയിക്കുന്നത്. മൊബൈൽ ഫോൺ നിർമ്മാതാക്കളിലും കയറ്റുമതിയിലുമുണ്ടായ അഭൂതപൂർവമായ വളർച്ചയിലൂടെ ആഗോളതലത്തിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം പുനർനിർവചിക്കുകയാണ്. സർക്കാർ നയങ്ങൾ, യുവജനത, മധ്യവർഗം, വർദ്ധിച്ചുവരുന്ന പ്രതിശീർഷ വരുമാനം എന്നിവയാണ് ഈ പുരോഗതിയിലൂടെയുള്ള ചാലകശക്തികൾ. മൊബൈൽ നിർമ്മാണ പ്രക്രിയകളെ പിന്തുണയ്ക്കുന്നതിനുള്ള നിരവധി പദ്ധതികളിലൂടെ രാജ്യം പ്രാദേശിക ഉൽപ്പാദനം, കയറ്റുമതി, നിക്ഷേപം എന്നിവയെ ഗണ്യമായി വർദ്ധിപ്പിച്ചു. 2026 ആകുമ്പോഴേക്കും $300 ബില്യൺ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണ്. ശക്തമായ സർക്കാർ നയങ്ങളും വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയും ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി ഒരുക്കുകയാണ്. അങ്ങനെ മൊബൈൽ സ്മാർട്ട് ഫോൺ ഉൽപ്പാദന രംഗത്ത് ഇന്ത്യ ആഗോള ശക്തിയായി മാറുകയാണ്.